ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി മെമ്പേഴ്സ്, ഈ ഇടവകയുടെ ജനങ്ങള്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയില് പങ്കെടുക്കുവാനായിട്ട് എന്നെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്ത ഈ ഇടവകയോടും ബഹുമാനപ്പെട്ട ബിൻസൺ അച്ഛനോടും പ്രത്യേകമായിരിക്കുന്ന നന്ദി സ്നേഹത്തെയും ഒക്കെ അറിയിക്കുകയാണ്. ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഒരു വലിയ കാര്യം നടക്കുകയാണ്. ആ വലിയ കാര്യമെന്ന് പറയുന്നത് രാജാവിന്റെ മകൾക്ക് വേണ്ടി ഒരു പുരുഷനെ കണ്ടുപിടിക്കുക. ഇപ്പൊ രാജാവ് തന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായ വരനെ കണ്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹം ഒരു മത്സരം നടത്തുകയാണ് അവിടെ. ആ മത്സരം എങ്ങനെയാണ്? വലിയ അലിഗേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു പോണ്ടുണ്ട്. ആ പോണ്ടില് സ്വിമ്മിങ് ചെയ്ത് ഈ സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ എത്തണം. അങ്ങനെ വരുന്ന ആൾക്കായിരിക്കും മകളെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് രാജാവിന്റെ മകളാണല്ലോ, ഒത്തിരി പുരുഷന്മാർക്ക് താല്പര്യമൊക്കെ തോന്നി. പക്ഷേ ഈ പോണ്ടിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഒത്തിരി അലിഗേറ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഒരു രക്ഷയിലും അതില് അക്കരെ കടക്കുവാനായിട്ട് സാധിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല. രാജാവും ഇങ്ങനെ വളരെ താല്പര്യത്തോടുകൂടെ നോക്കി നിൽക്കുന്നു. ഒത്തിരി പേര് വന്ന് അവിടെ വരെ വന്നിട്ട് തിരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ഒരാള് അതിൽ ഇങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എല്ലാവരും കൈയൊക്കെ അടിക്കുന്നു. അപ്പൊ കുറച്ചുപേര് വിചാരിച്ചു അവന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കുറച്ചുപേര് കൈയടിക്കുന്നു, കുറച്ചുപേര് വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയൊക്കെ അക്കരെ നീന്തി കയറി അദ്ദേഹത്തെ കണ്ട് എല്ലാവരും വളരെ സന്തോഷം. ഇപ്പോഴത്തെ കൂട്ടാണെങ്കിൽ വലിയ ചാനലുകാരൊക്കെ വന്ന് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചോണ്ട് നിൽക്കുക. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ മനുഷ്യനും വലിയ ഉത്തരവൊന്നും നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. അയാൾ ഇങ്ങനെ വളരെ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അലിഗേറ്റേഴ്സ് ഒക്കെ ഉള്ള ഈ പോണ്ട് നീന്തി കിടക്കുവാനായിട്ട് സാധിച്ചത്? അപ്പം അയാൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്നെ ആരോ പിടിച്ചതിനകത്തോട്ട് തള്ളിയിട്ടു. ആ തള്ളൽ കൊണ്ട് ഞാൻ ഇതിനകത്ത് വീണു എന്ന് പറഞ്ഞതുപോലെ ബിൻസൺ അച്ഛനാ എന്നെ ഇവിടേക്ക് തള്ളിയിട്ടത്. ഇതിൽ നീന്തി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഐ റിയലി വാണ്ട് ടു അപ്രീഷിയേറ്റ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് അവർ യങ്സ്റ്റേഴ്സ്. You organized this a wonderful session with all the people, not only youngsters, with our church members. Definitely, it will help us to grow in as a Christian in a very good manner, and what God getting or what God extending from us. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പ്രത്യേകമായിട്ട് എന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിരിക്കുന്ന നന്ദി സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഭാരതം ഇന്ന് 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ. ഇപ്പൊ ഇന്ന് 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഇടങ്ങളിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമായിട്ട് നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യമുണ്ട് എന്ന് അഭിമാനിക്കുമ്പോഴും നമ്മളുടെ സഹോദരങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ
സഹോദരങ്ങള്, നമ്മളുടെ സഹോദരിമാര് അല്ലേ, നമ്മളിപ്പോൾ ഇവിടെ പ്രാർത്ഥനയിൽ ഓർത്തു, കൊൽക്കട്ടയിലെ ഒരു ഡോക്ടർ വളരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതും ജീവിതം നശിച്ചതുമൊക്കെ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ അതുകൊണ്ട് ആസ് എ ക്രിസ്ത്യൻ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, വാട്ട് വി ക്യാൻ ഡു അല്ലെ. കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാനായിട്ടും ഈ ലോകത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്ത ഈ തീമിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു ഒരു പഠനമായിട്ട് ആണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെയൊക്കെ നമുക്കതുകൊണ്ട് വിനയപ്പെടുത്താം, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അടിയങ്ങളെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തില് ഇന്ന് ഞങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തെ തിരിച്ചറിയുവാനൊക്കെ ആയിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കി എന്ന തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതും, എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ഞങ്ങള് വീണ്ടും കുടുങ്ങിക്കിടക്കുന്നതാണ് എന്ന ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിപ്പാൻ ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഞങ്ങളൊക്കെ ബലഹീനരാണല്ലോ കർത്താവെ, ഞങ്ങൾക്കൊക്കെ തിരുവചനം മനസ്സിലാക്കുവാനായിട്ടുള്ള ജ്ഞാനം കുറവാണ്. എന്നാൽ സ്വർഗീയമായിട്ടുള്ള ജ്ഞാനത്താൽ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ ഇടയാക്കണം. കർത്താവെ, ഞങ്ങളെല്ലാവരും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഈ ഒരു പഠനം കർത്താവെ, ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിലും ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ടും ഇടയാക്കണമേ. കർത്താവെ, സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും യഥാർത്ഥ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് എൻജോയിങ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ആദ്യത്തെ സെഷൻ വേദപുസ്തകത്തിലൂടെ ഒരു സഞ്ചാരം നടത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ കർത്താവിനെ അറിഞ്ഞ ധാരാളം പേര് ഈ സഭയിലുണ്ടായിരുന്നു. പക്ഷേ അവർ കർത്താവിനെ അറിയുക മാത്രമായിരുന്നില്ല, കർത്താവിനോടൊപ്പം ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തവരാ. പക്ഷേ ചില ഇടങ്ങളിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലയിടത്തൊക്കെ കുടുങ്ങിപ്പോവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാന് ഈ ഭാഗത്തെ പറ്റി ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ ഈ ഗലാത്യ ലേഖനത്തില് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഗലാത്യ ലേഖനവും വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ, 3 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ഡസ് ട്രൂ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ലുക്ക് ലൈക്ക്? വാട്ട് ഡസ് ട്രൂ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ലുക്ക് ലൈക്ക്? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഹൗ ഡസ് ദിസ് ഫ്രീഡം ഡിഫർ ഫ്രം വേൾഡ്ലി ഫ്രീഡം?
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ്ലി ഫ്രീഡം ആൻഡ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്? ലോകം നൽകുന്ന സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അനുഭവിക്കേണ്ട പാലിക്കേണ്ട സ്വാതന്ത്ര്യത്തെ പറ്റിയും ഒരു പഠനം നടത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. മൂന്നാമതായിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് ദ ലിബർട്ടി ഓഫ് ക്രൈസ്റ്റ് ഓഫേഴ്സ്. അണ്ടർസ്റ്റാൻഡിങ് ദ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് ദ ലിബർട്ടി ഓഫ് ക്രൈസ്റ്റ് ഓഫേഴ്സ്. പാപത്തിന്റെ കെട്ടുകളെ പറ്റിയും കർത്താവ് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയുമൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇതൊരു പഠനമായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും എന്നോട് ഞാൻ പറയുന്നതിനോട് കൂട്ടിച്ചേർക്കാം, നിങ്ങൾക്ക് എതിർക്കാം. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കും വലിയ മസിലൊന്നും പിടിച്ചിരിക്കേണ്ട ആരും, നമ്മൾ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് മുൻപോട്ട് പോകാം. അതുകൊണ്ട് നമ്മള് ഈ ഫ്രീഡത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മളുടെ ബാല്യം മുതൽ നമുക്കൊന്ന് തുടങ്ങാം, അല്ലെ? നമ്മളുടെ ബാല്യം മുതൽ. അപ്പൊ നമ്മളുടെ ബാല്യം നമ്മളെല്ലാവരും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരാ, അല്ലാത്തവരാരും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഇരിക്കുന്നവരാരും, അല്ലെ? നമ്മളെല്ലാവരും ദൈവം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് തന്നു. നമ്മൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ക്രൈസ്തവ കുടുംബത്തിൽ വളർന്നു, അല്ലെ? അപ്പം നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത് എവിടെ നിന്നാ? നമ്മുടെ കുടുംബത്തിൽ നിന്ന്. റൂട്ടഡ് ഇൻ ഫെയ്ത്ത്, ഗ്രോയിങ് അപ്പ് ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി. അപ്പൊ നമ്മുടെ മാതാപിതാക്കന്മാര് ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചു. നമ്മൾ ആ കുടുംബത്തില് ജനിക്കപ്പെട്ടു. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയാലാണല്ലോ ഒരു കുടുംബത്തിൽ ജനിച്ചത്. അങ്ങനെ അല്ല എന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലെ? കാരണം വേദപുസ്തകം നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ജെറമ്യ ചാപ്റ്റർ 1:5 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ബിഫോർ ഐ ഫോംഡ് ഇൻ ദ വൂംബ് ഓഫ് മൈ മദർ യു നോ മീ, അല്ലെ? ദൈവം തമ്പുരാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആരും ഈ ലോകത്തിലേക്ക് വന്നത് ആക്സിഡന്റലി അല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് പോവുകയാണ്, അല്ലെ? നമ്മൾ ആരും ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ഒരു കുടുംബത്തിൽ, ഒരു ക്രൈസ്തവ കുടുംബത്തില് ജനിച്ചു. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും, അല്ലെ, അപ്പായും അമ്മായും ഒക്കെ നമ്മളെ ഇങ്ങനെ യേശുവിനെ പറ്റിയും ക്രൈസ്തവ വിശ്വാസത്തിലും ഒക്കെ ഇങ്ങനെ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ആദ്യത്തെ പടി നമ്മുടെ സ്നാനമൊക്കെ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു, നമ്മളിങ്ങനെ വളർന്നു വരികയാണ്. ഇവിടെ സൺഡേ സ്കൂളിലേക്ക് വന്നു. സൺഡേ സ്കൂള് പഠനം. അപ്പൊ സൺഡേ സ്കൂളിൽ വെച്ച് കുറച്ചുകൂടെ യേശു കർത്താവിനെ പറ്റി പഠിച്ചു, അല്ലെ? അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ യേശു കർത്താവിനെ പറ്റിയൊക്കെ പഠിച്ചു. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കൺഫർമേഷനൊക്കെ പഠിച്ചു, അല്ലെ? കൺഫർമേഷൻ ഇപ്പൊ കുറച്ചുകൂടെ നമ്മുടെ സഭയെ പറ്റി, വേദപുസ്തകത്തെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് നമ്മൾ പഠിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കൊയറിലെ മെമ്പറായി, അവിടുന്ന് യൂത്ത് മെമ്പറായി, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു ടീനേജ് കാലഘട്ടത്തിലേക്കൊക്കെ വന്നു. അപ്പം അവിടെ നിന്ന് നമ്മളൊരു ടീനേജ് കാലഘട്ടത്തിലേക്ക് വന്നു. ആ ടീനേജ് കാലഘട്ടവും കഴിഞ്ഞ് നമ്മള് യൗവനത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഭാഗം ഞാൻ രണ്ടായിട്ടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരൊക്കെ എല്ലാം കേരളത്തിൽ ജനിച്ചു വളർന്നവരല്ലേ, ഒരു യങ് ഏജ് വരെ മിക്കവരെല്ലാവരും കേരളത്തിലല്ലേ. ഇവിടെ ഇരിക്കുന്ന ബാക്കി ഇവരെ സംബന്ധിച്ച് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം എവിടെയാ? ബോംബെയിലേക്ക് വന്നു. അപ്പൊ നമ്മള് ഈ കേരളത്തിൽ ജനിച്ചു വളർന്നു, യങ് ഏജിലേക്ക് വന്നു. യങ് ഏജിലേക്ക് വന്നപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഫോർമേഷൻ, ആ ഒരു സ്പിരിച്വൽ ഫോർമേഷൻ ഒക്കെ ആയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു കുടുംബമായി, ജോലിയായി. അപ്പോഴും നമ്മളുടെ സഭയോട് ചേർന്ന് നിന്നു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഭ ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെ? ഇവിടെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി ഇവിടുത്തെ ചർച്ചുകൾ ഉണ്ടായിരുന്നു, മറ്റ് പല ചർച്ചുകളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും, നമുക്ക് അഭിമാനം എന്ന് പറയുന്നത് നമ്മളുടെ ചർച്ചിൽ തന്നെ ആരാധിക്കുന്നത്, അല്ലെ?
നമ്മൾ ജനിച്ചു വളർന്ന ആ സഭയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കണം, അത് മരണം വരെ. അതാണ് നമ്മളുടെ ഒരു ദൈവികത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഏർലി സ്പിരിച്വൽ ഫെയ്ത്ത്, നമ്മളുടെ ആ ഫോർമേഷൻ, അത് നമ്മളെ നന്നായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു, ബോംബെയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം ഇവിടെ പ്രായമുള്ളവരിവിടെ നിൽക്കട്ടെ, ബോംബെയിൽ എത്തിയതായിട്ട് ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ യങ്സ്റ്റേഴ്സ്, നിങ്ങൾ ബോംബെയിൽ ജനിച്ച് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്തു. ഇങ്ങനെ വരുമ്പോഴാണ് എവിടെ എത്തുന്നത് അറിയാമോ? നമ്മൾ യങ് സ്റ്റേജിലേക്ക് എത്തിയ. അപ്പൊ യങ് സ്റ്റേജിൽ വരുമ്പോൾ വി ആർ ഇൻ ദ ക്രോസ് റോഡ്സ്, അല്ലേ? ആണോ അല്ലയോ? വി ആർ ഇൻ ദ ക്രോസ് റോഡ്സ്. അപ്പൊ അവിടെ എന്താണ്? ചലഞ്ചസ്, മെനി ചലഞ്ചസ്. നമ്മുടെ മുൻപിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, അല്ലെ? എനിക്ക് തോന്നുന്നു ആ ഫോട്ടോയിൽ അത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു യങ് ആയിട്ടുള്ള ഒരു വ്യക്തി മുമ്പോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക, കയ്യിലൊരു ബാഗുണ്ട്, മുമ്പോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം എങ്ങനെയാണ് മുമ്പോട്ട്? കാരണം ഒരു ക്രോസ് റോഡിൽ ഇങ്ങനെ എത്തിയിരിക്കുക, ഒരു കവലയിൽ ഇങ്ങനെ എത്തി നിൽക്കുക. എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒത്തിരി ചലഞ്ചസ് ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ചലഞ്ചസ് നമ്മുടെ മുൻപിൽ ഒത്തിരി ആയിട്ട് നിൽക്കുമ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്, അല്ലെ? മെനി ക്വസ്റ്റ്യൻസ് as you interacted with the Christians and non-Christians, ക്രൈസ്തവരായിട്ടും അക്രൈസ്തവരുമായിട്ടുമൊക്കെ ചേർന്ന് ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുവാനൊക്കെ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് അവിടെ. എന്താണെന്നറിയാമോ? ഐഡന്റിറ്റി ക്രൈസിസ്. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഐഡന്റിറ്റി ക്രൈസിസ്? അല്ലേ? എന്താ ഐഡന്റിറ്റി ക്രൈസിസ്? ഞാൻ വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 27 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോടിയ താരുടെ കഥയായിരിക്കും. അറിയാം? ജെനസിസ് 27 വരുമ്പോൾ ഐസക്, ഈശോ ആൻഡ് ജേക്കബിന്റെ കഥ, അല്ലെ? അവിടെ 27-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. The voice is the voice of Jacob, but the hands are the hands of Esau. എന്താണ് ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്? ആണ് ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ. എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ശബ്ദം ആരുടെ കൂട്ടുണ്ട്? ജേക്കബിന്റെ കൂട്ട്. ബാക്കി ശരീരം ആരുടെ കൂട്ടാണ്? ഏശാവിന്റെ കൂട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ജനിച്ചു വളർന്ന നമ്മുടെ കുഞ്ഞുങ്ങള് മലയാളം സ്ലാങ്ങിലല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ സ്ലാങ് എന്ന് പറയുന്നത് എന്താണ്? ഏത് സ്ലാങ് ആയിരിക്കും അവരുടെ? നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയുണ്ട്? ഇവിടുത്തെ പ്രൊനൗൺസിയേഷനോ? അപ്പൊ നമ്മൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവര് നമ്മളെ പറയുന്ന പേരെന്താണ്? മദ്രാസിയെ ആണോ അല്ലയോ? ഇവിടെ ഇത് വലിയൊരു പ്രശ്നം. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ടവര് നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇഫ് യു ഗോ ടു എനിവെയർ ഇൻ ദ വേൾഡ്, the same problem you will face. അമേരിക്കയിൽ ചെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? You sound like an American, but you are an Indian or Asian. അല്ലേ? ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എവിടെ പോയാലും ഉണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പം ഇവിടെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്കിലൊക്കെ നമ്മൾ ഓക്കെയാണ്, പക്ഷേ അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാ? സൗത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ നേരത്തെ ഉപയോഗിച്ചെന്ന വാക്കാണ് മദ്രാസി എന്നുള്ള വാക്ക്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ സൗത്ത് ഇന്ത്യൻ എന്നാ പറഞ്ഞത്. ഇനി ഇവിടുന്ന് നാട്ടിൽ ചെന്നാലോ നമ്മുടെ നാട്ടുകാരെന്ത് പറയും? ബോംബെക്കാരൻ വന്നെന്ന് പറയും.
അല്ലേ? ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ ഇത് എത്ര വലിയ ഫേസ് ചെയ്തില്ലെങ്കിലും പലരും, പല യങ്സ്റ്റേഴ്സും ഇത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ മുതൽ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുക. നമ്മളുടെ ഐഡന്റിറ്റി ക്രൈസിസ്. ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും? ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, എൻജോയിങ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ അതിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. വി ഹാവ് ടു ഓവർകം അവർ ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മൾ ബോംബെയിലുള്ളപ്പോൾ ബോംബെക്കാരനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞു, യു ലുക്ക് ലൈക്ക് എ സൗത്ത് ഇന്ത്യൻ, യുവർ വോയിസ് ഈസ് ഓക്കെ, യുവർ സൗണ്ട് ഈസ് ഓക്കെ. ഇഫ് യു ഗോ ടു കേരള, അവർ പീപ്പിൾ വിൽ സേ ദാറ്റ് your sound is like a Bombay wala. You are physically like a Malayali. അപ്പം ഇത് നമ്മുടെ മുൻപിൽ ഒരു ഫേസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം കൂടുതൽ ഫേസ് ചെയ്തത് ഇവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ജോലിയൊക്കെ മേടിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ചെയ്തു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരത്ര വലിയ കാര്യമായിട്ട് പറയുന്നില്ല എങ്കിലും ഇവിടെ താമസിച്ച്, ഞാൻ ആദ്യം വന്നവരുണ്ടല്ലോ, നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും നമ്മളെ വിളിക്കുന്ന പേരെന്താണ്? ബോംബെക്കാരൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ആ ഒരു ഐഡന്റിറ്റി ഇവിടെ. അപ്പം ഇവിടെ മുതൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഈ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഒത്തിരി ഫ്രീഡം നമ്മുടെ മുൻപിലുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മളുടെ ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്. നമ്മളുടെ ഫ്രീഡം, സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ രീതിയിലും അത് ഉൾക്കൊള്ളുവാനായിട്ട്. നമുക്ക് വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജോസഫ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്, അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ജോസഫ് താൻ ജനിച്ച നാട്ടിൽ നിന്ന് പുതിയ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ഒരു ഫോറിൻ ലാൻഡിലേക്ക് വരിക, ഈജിപ്തിലേക്ക് പ്രവേശിക്കുക. ആ ഈജിപ്തിലായിരിക്കുമ്പോഴും ഈ ജോസഫ് അനുഭവിച്ച സ്വാതന്ത്ര്യത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം: ഫ്രീഡം ത്രൂ ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. ഫ്രീഡം ത്രൂ ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. എന്റെ സ്വത്വത്തെ, എന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് എന്റെ ജീവിത വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ജോസഫ് വിളിച്ചു പറയുകയാണ്. ജോസഫ് നമ്മുടെ മുൻപിൽ വെക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ജെനസിസ് 37 വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ജോസഫിനെ സഹോദരങ്ങള് കുഴിയിലേക്ക് ഇടുകയും അവിടെ നിന്ന് മിദ്യാൻസിന് വിൽക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. Despite being sold into slavery and wrongfully imprisoned, Joseph remained faithful to God. നമ്മള് ഈ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഈ 37 to 50 വരെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ജോസഫ് wrongfully imprisoned, sold into slavery, but he remained faithful to God. ദൈവത്തോട് എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ശൈശവം, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുകയാണ്. തന്റെ സഹോദരങ്ങൾ എന്തു ചെയ്തു? ഇവൻ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്
ജോസഫിനെ കൊല്ലുവാനായിട്ടാണ് ആദ്യം ശ്രമിക്കുന്നത്, ആലോചിക്കുന്നത്. എന്നാൽ അവനെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുകയാണ്. ആ കുഴിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്ത് വരുമ്പോൾ വീണ്ടും സഹോദരങ്ങള് തന്നെ ഒരു സ്ലേവായിട്ട് വിൽക്കുക. അങ്ങനെ വിറ്റിട്ട് ഈ ജോസഫ് എവിടെ എത്തിച്ചേരുന്നു? പോത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ജോസഫിനെ പറ്റി പറയുന്നത് അവൻ വെരി ഹാൻസം ആയിരുന്നു, അല്ലെ? ജോസഫ് വാസ് എ ഹാൻസം. എന്നിട്ട് പറയുകയാണ് പോത്തിഫറിന്റെ വൈഫിന് അവനിൽ താല്പര്യമുണ്ടായി. അതിനുശേഷം അവള് അവനെ ക്ഷണിക്കുകയാണ്. ഷീ ഇൻവൈറ്റഡ് മെനി ടൈംസ്. ഷീ ഇൻവൈറ്റഡ് ജോസഫ് ഫോർ എ സെക്ഷുവൽ റിലേഷൻഷിപ്പ് വിത്ത് ഹർ. അവിടെ ജോസഫ് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, മൈ മാസ്റ്റർ ഹി ഗേവ് എവരിതിങ്, പക്ഷെ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊരു തിരിച്ചറിവാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് എന്താണെന്നറിയാമോ? ഹി റിമൈൻ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. അത് എവിടെ നിന്നാ ലഭിച്ചേ? കാരണം ആയിരിക്കുന്ന ചുറ്റുപാടില്, അല്ലെ, ഔട്ട്സൈഡ് ഹിസ് ഓൺ ലാൻഡ്, അവന്റെ അടുത്ത് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. ആയിരിക്കുന്ന ഇടത്ത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. പക്ഷേ ആരോട് മാത്രം വിശ്വസ്തനായിരുന്നു? ദൈവത്തോട്. നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന, ഐഡന്റിറ്റിയെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വേൾഡ് ഓഫേഴ്സ് മെനി തിങ്സ്, അല്ലേ? എന്നാൽ ജോസഫ് എന്ത് ചെയ്തു? അത് ഡിനൈ ചെയ്തു. അത് ഡിനൈ ചെയ്തപ്പോൾ ജോസഫ് പ്രിസണിലേക്ക് പോവുകയാണ്. അവിടെ കിടന്നു. കുറെ നാൾ അവിടെ കിടക്കുമ്പോഴാണ് ഫറവോ രാജാവിന്റെ 2 ജോലിക്കാരെയും കൂടെ അവിടെ കൊണ്ട് കിടത്തുന്നത്. ഒരാള് അപ്പത്തിന്റെ ചുമതലയുള്ള ഒരാളായിരുന്നു, ഒരാള് കബ്ബേറർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവര് രണ്ടുപേരും 2 സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു സ്വപ്നം, ആ 2 സ്വപ്നങ്ങളും ഈ ജോസഫ് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഹി എക്സ്പ്ലൈൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു നമുക്കറിയാം. ഒരാളെ രാജാവ് തിരിച്ച് തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു, ഒരാളുടെ തല വെട്ടിക്കളയുന്നു. പക്ഷേ അയാള് ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ഈ സ്വപ്നമൊക്കെ നിനക്ക് വിവരിച്ചു തന്നല്ലോ, നിനക്ക് നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ഓർക്കുന്നില്ല. ഓർക്കാതെ ജോസഫ് വീണ്ടും 2 വർഷത്തോളം വീണ്ടും ആ കാരാഗ്രഹത്തിലെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സമയത്ത് അന്നേരം ഇയാൾ ഓർക്കുന്നു, എന്റെ സ്വപ്നത്തെ പണ്ട് വിവരിച്ചു പറഞ്ഞ ജോസഫ് എന്ന് പറയുന്ന ആള് പോത്തിഫറിന്റെ വീട്ടിലെ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ടല്ലോ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവന് സ്വപ്നമൊക്കെ പറഞ്ഞുതരും. അങ്ങനെ സ്വപ്നത്തെയൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? വിവരിച്ചു കഴിഞ്ഞപ്പോൾ, സ്വപ്നത്തെയൊക്കെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജാവ് എന്ത് ചെയ്തു? ജോസഫിനെ അവിടുത്തെ പ്രധാനിയായിട്ട് നിയമിച്ചു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 3 പദങ്ങൾ കൊണ്ട് ജോസഫിന്റെ ജീവിതത്തെ പറയാം. പിറ്റ്, പ്രിസൺ ആൻഡ് പാലസ്. കുഴി, കാരാഗ്രഹം, അവിടെ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. കാരണം എന്താണ്? ജോസഫ് റിമൈൻ ഫെയ്ത്ത്ഫുൾ ടു ഗാഡ്. എവിടെയൊക്കെ ആയിരുന്നോ, പൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും, രാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോഴും ദൈവത്തോട് വിശ്വസ്തൻ ആയിരുന്നു. He trusted in God's plan, allowed him to experience true freedom even in a physical bondage. How integrity and faith in God's timing led to ultimate freedom and purpose. Freedom through trust and integrity. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഈ ജോസഫ് വിശ്വസ്തനായിരുന്നു. അതിനുശേഷമുള്ള കഥകൾ നമുക്കറിയാമല്ലോ. തന്റെ അപ്പനും സഹോദരങ്ങളും കടന്നു വരുമ്പോൾ അവരോടും എന്ത് സ്നേഹത്തോടുകൂടി ഇടപെടുകയാണ്.
അവര് താൻ ജോസഫാണെന്ന് തിരിച്ചറിയുമ്പോൾ, തങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള അധികാരം ജോസഫിനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം ദൈവം എന്നെ മുൻപേ അയച്ചു. ഇതൊരു ഫ്രീഡം. ദൈവവുമായിട്ട് ചേരുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം. ആ ഫ്രീഡത്തെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലേ? ഇന്നായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞാൻ മരിച്ചാലും അത് ക്ഷമിക്കാം, പക്ഷെ മരിച്ചാലും അത് മറക്കത്തില്ല, അല്ലേ? മരിച്ചാലും ഞാൻ മറക്കത്തില്ല, പക്ഷെ എനിക്ക് ക്ഷമിക്കാനൊക്കെ പറ്റും. ഇപ്പൊ ജോസഫ് നമ്മുടെ മുൻപിൽ വളരെ വ്യത്യസ്തനായിട്ട് നിൽക്കുകയാണ്. ഫ്രീഡം ത്രൂ ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. ആസ് എ ക്രിസ്ത്യൻ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മുടെ ഇന്റഗ്രിറ്റി, ക്രിസ്ത്യൻ ഇന്റഗ്രിറ്റി, നമ്മളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് ജീവിക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരുമോ? അല്ലേ? ഇന്ന് നമ്മുടെ വാർത്തകളും മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഈ കുപ്പായമിടുന്ന വൈദികരും ബിഷപ്പുമാരും ലീഡേഴ്സുമൊക്കെ ഇന്ന് സമൂഹത്തിന്റെ മുൻപിൽ ഒരു അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാരണം എന്താണ്? മോറലി പ്രശ്നം, അല്ലേ? സാമ്പത്തിക പ്രശ്നം, ഭൂമി തട്ടിപ്പ്, ഇതിനകത്തെല്ലാം ഞങ്ങളും ഉൾപ്പെടുകയാ. ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു, ദൈവികമായിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്, സൺഡേ സ്കൂളിൽ പഠിച്ചത്, ഗായക സംഘത്തിൽ പാടിയത്, യൗവന യൂത്ത് ലീഗില് പഠിച്ചതൊക്കെ മറന്നുകൊണ്ട് നടക്കുന്ന, ദൈവവചനം പഠിച്ചതും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ അല്ലെങ്കിൽ ഇത് പഠിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഇന്റഗ്രിറ്റി നിനക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചതാണ്, ജോസഫ് തന്റെ സ്വാതന്ത്ര്യത്തെ, തനിക്ക് ലഭിച്ച തന്റെ ഇന്റഗ്രിറ്റിയില്, ആ വിശ്വാസത്തില് നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. As a Christian, we have to enjoy the freedom through trust and integrity. ജോസഫിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് അറിയാവുന്ന 3-4 കഥാപാത്രങ്ങളുണ്ട്, അല്ലേ? 3-4 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരുടെ പഴയ പേരുകളൊക്കെ അറിയാവോ? അസറിയ, എന്റെ മോന്റെ പേരാ അസറിയ, അനനിയാസ്, മിഷേൽ. ഓക്കെ, പോട്ടെ, അത് പിന്നെ വായിച്ചു പഠിച്ചാൽ മതി. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദാനിയേൽ ചാപ്റ്റർ 1, 3, 6 നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദാനിയേല്, അതുപോലെ തന്നെ ദാനിയേലിന്റെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഇവരെ 4 പേരെയും ഫോറിൻ ലാൻഡിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഫ്രീഡം ത്രൂ ഫെയ്ത്ത് ആൻഡ് കറേജ്. ഫ്രീഡം ത്രൂ ഫെയ്ത്ത് ആൻഡ് കറേജ്, അല്ലേ? നമ്മളുടെ സ്വാതന്ത്ര്യം നമ്മളുടെ ധൈര്യത്തിൽ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിലൂടെ ധൈര്യമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് മുൻപോട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദാനിയേൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഇൻ എ ഫോറിൻ ലാൻഡ്. അവരും എവിടെയാ? ഒരു ഫോറിൻ ലാൻഡിലാണ്, ബാബിലോണിലേക്ക് അവര് എത്തിച്ചേർന്നിരിക്കുക. എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് അവർ ചെയ്ത പണി എന്താണ്? They changed their names. അവരുടെ പേരങ്ങ് മാറ്റി.
ഇവരുടെ പേരുകളൊക്കെ മാറ്റിയത് എങ്ങനെയാണ്? എബ്രായ ഭാഷയില് വളരെ അർത്ഥവത്തായിരിക്കുന്ന പേരുകളെ ഇവർ മാറ്റിയത് എവിടെയാണ്? അവരുടെ ദൈവങ്ങളുടെ പേരുകളും ഒക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഈ പേരുകളെ കണക്ട് ചെയ്തപ്പോൾ അവരോട് പറയുകയാണ്, യു ആർ ബിലോങ്സ് ടു അവർ ഗോഡ്, നോട്ട് യുവർ ഗോഡ്. യു ആർ ഇൻ എ ഫോറിൻ ലാൻഡ്. You belongs to our God, not your God. You are supposed to be known as our people, not an Hebraic people. അല്ലേ? Not an Hebrews. നിങ്ങൾ എബ്രായർ എന്ന് അറിയപ്പെടുവാനായിട്ടല്ല ഇനി ഇവിടെ. ദാറ്റ് മീൻസ് ഞങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ എന്തായി തീരണമെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അല്ലേ? നമ്മുടെ രാജ്യം മാത്രമല്ല, പല സ്ഥലങ്ങളിലും നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ, UK-യിലും കാനഡയിലും അല്ലേ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവര്, നമ്മളുടെ സഹോദരങ്ങള് ഒക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചില സൊസൈറ്റികളിൽ ക്രൈസ്തവരാണെങ്കിൽ അവർക്ക് വീട് കൊടുക്കണ്ട എന്ന് ചില അലിഖിത നിയമങ്ങളുണ്ട് എന്ന്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാമായിരിക്കാം. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എന്ത് കഴിക്കണം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, ഇവിടെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതാ കാണുന്നത്. അവര് പറഞ്ഞു, ഇനി നിങ്ങളല്ല നിങ്ങളുടെ മെനു ക്രമീകരിക്കുന്നത് ഞങ്ങളാ. അല്ലെ, ഞങ്ങൾ തീരുമാനിക്കുന്ന എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട. ഇതൊരു വലിയൊരു പ്രതിസന്ധിയാ. ആ പ്രതിസന്ധി അവരെങ്ങനെ തരണം ചെയ്തു? അല്ലേ? ഉള്ള ഫ്രീഡത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേറെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ്, നമ്മളുമൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളോട് പലരും കാണും. നമ്മളുമൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചില ഓഫറുകൾ ലഭിക്കുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം? ഇവിടെ ദാനിയേലിന്റെ സുഹൃത്തുക്കളും അവര് എന്ത് ചെയ്തു? ഒരു ബിഗ് നോ. അല്ലേ? അതാണ് കറേജ്. As a Christian, I will not do this such things എന്ന് പറയുവാനായിട്ടുള്ള കറേജ് ഉണ്ടായിരിക്കണം. ആ കറേജ് വരണമെങ്കിൽ ആദ്യം എന്താണ്? നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറയ്ക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ വിശ്വാസം ഇങ്ങനെ ആടുന്ന വിശ്വാസമാണെങ്കിൽ ഒരു പ്രയോജനമില്ല. നമ്മളുടെ വിശ്വാസം, നമ്മളുടെ മാതാപിതാക്കന്മാര് നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവ കൃപയില് നമ്മൾ മനസ്സിലാക്കിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചിലതിനോട് നോ പറയുവാനായിട്ട് സാധിക്കണം. ഗലാത്യ ലേഖനം നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അത് വായിക്കണം ഒന്നുകൂടെ. ആത്മാവിന്റെ ഫലങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ചിലതിനോടൊക്കെ നോ പറയണം. ഇവിടെ ദാനിയേലിന്റെ സുഹൃത്തുക്കളും അവരുടെ മുൻപില് അവർക്കായിട്ട് ഒരുക്കിയ ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് നോ പറഞ്ഞു. അവരുടെ പേരുകൾ മാറ്റി അവരെ ഏതെല്ലാം തരത്തില് അവരെ ബാബിലോണിയൻ ആക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. അവരോട് പറഞ്ഞു, രാജാവിന്റെ ബിംബത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ നമസ്കരിക്കണം. അവര് പറഞ്ഞില്ല, ഞങ്ങളെ സൺഡേ സ്കൂള് പഠിച്ചിട്ടുള്ളവരാ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വേദപുസ്തകമൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? ഈ യഹോവയല്ലാതെ വേറൊരു ദൈവത്തെ നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇവരെ കൊണ്ട് തീയിലേക്ക് ഇടുക. തീയിലേക്ക് ഇടുന്നതിന് മുമ്പ് അവരോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഡിനേ ചെയ്യോ? ഇല്ല. അപ്പൊ അവര് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വെടിവിച്ചാലും ഇല്ലെങ്കിലും, അല്ലേ, ഞങ്ങളെ വെടിവെച്ചാലും ഇല്ലെങ്കിലും ഈ തീയിൽ നിന്ന് ഞങ്ങള് ഒരു കാരണവശാൽ പോലും ഭയക്കത്തില്ല.
ഇതല്ലേ വിശ്വാസം? Daniel and his friends refused to defile himself with the king's food and dedication to prayer despite threatened to lions den. അവിടെ ഇതെല്ലാം നമുക്ക് ഇതിനകത്തെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുകള് പലതും നമുക്ക് ഓഫർ ചെയ്യും. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? The freedom founding stand firm in faith even under pressure, and how God's presence bring true liberation. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദാനിയേലിന്റെ സുഹൃത്തുക്കളും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഈ വിശ്വാസം ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മളോട് ദാനിയേലും സുഹൃത്തുക്കളും അനുഭവിച്ച ഫ്രീഡം, അല്ലെ, ദാനിയേലും സുഹൃത്തുക്കളും നമ്മുടെ മുൻപിൽ വെക്കുകയാണ് ഫ്രീഡം ത്രൂ ഫെയ്ത്ത് ആൻഡ് കറേജ്. ഫോറിൻ ലാൻഡിൽ പുതിയ പേര്, പുതിയ ഭക്ഷണം, പക്ഷേ ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് തെന്നി മാറത്തില്ല. ഈ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് വേണമെങ്കിലും പറയാം, എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്ന നമ്മള് ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ എന്നൊക്കെ ഓമന പേരിൽ വിളിക്കുന്ന ദ സ്റ്റോറി ഓഫ് ദി പ്രൊഡിഗൽ സൺ. Luke chapter 15 verses 11 to 32. അവിടെ നമ്മുടെ മുൻപില് ഈ യൗവനക്കാരൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ യൗവനക്കാരൻ അനുഭവിച്ച ഫ്രീഡം, അല്ലെ, എന്തായിരുന്നു? ആദ്യത്തെ ഫ്രീഡം എന്ന് പറയുന്നത് സെൽഫ് ഇമ്പോസ്ഡ്, സ്വയമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുവാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോകുന്ന ഒരു യൗവനക്കാരന്റെ കഥയാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവന്റെ തിരിച്ചുവരവിൽ അവൻ പറയുകയാണ് ഫ്രീഡം ത്രൂ റിപ്പന്റൻസ്. ഞാൻ സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? എന്റെ പശ്ചാത്താപത്തിൽ കൂടെയാ, അല്ലെ, പശ്ചാത്താപത്തിൽ കൂടെയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മള് ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ലഭിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ശരീരരക്തങ്ങളെ സ്വീകരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടാ. അതുകൊണ്ടാണ് നമുക്ക് ദേവാലയത്തിലേക്ക് വരുവാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നത്, അല്ലെ? അതുകൊണ്ടല്ലേ അവിടെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഒരാഴ്ച ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞാൻ ഏറ്റു പറയുന്നത്, എൻ്റെ കർത്താവിന്റെ ശരീരരക്തങ്ങളെ ഞാൻ സ്വീകരിക്കുന്നത് എന്ന് ഒരു വിശ്വാസി പറയാതെ പറയുകയാണ്. ഞാനിവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഈ യൗവനക്കാരൻ അവൻ്റെതായിരിക്കുന്ന താല്പര്യങ്ങള് മുൻനിർത്തിക്കൊണ്ട്, അവൻ്റെതായിരിക്കുന്ന ഇഷ്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവൻ വിശ്വസിക്കുകയാണ്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ ഞാന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന്. അങ്ങനെ അവൻ അപ്പന്റെ കയ്യിൽ നിന്നുള്ളതൊക്കെ മേടിച്ച് അവൻ യാത്ര പോവുകയാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങള് നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ കുടുംബത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അനുഭവം ഇന്ന് പല കുടുംബങ്ങളിലും ഇത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂയാണ്, അല്ലെ? പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം പലരും പുറത്തേക്ക് ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിനൊക്കെ അപ്പുറമായിട്ട് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന സഹോദരങ്ങളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവൻ തിരിച്ചു വരിക. അതാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ പ്രൊഡിഗൽ സൺ നമ്മളോട് പറയുകയാണ്, ഹിസ് ജേർണി ഫ്രം സെൽഫ് ഇമ്പോസ്ഡ് ബോണ്ടേജ് ടു ദ ഫ്രീഡം ഓഫ് റിട്ടേണിംഗ് ടു ദ ഫാദർ.
അവനായിരുന്ന ഇടത്ത് അവൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവൻ താല്പര്യപ്പെട്ടു പോയ സ്വാതന്ത്ര്യം അത് അപര്യാപ്തമായത് ആണെന്ന് അവൻ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഇവിടെ ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഹൗ റിപ്പന്റൻസ് ആൻഡ് ഫോർഗിവ്നെസ് ഓപ്പൺ ദ ഡോർ ടു എക്സ്പീരിയൻസിംഗ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഫ്രീഡം. How repentance and forgiveness opened the door to experience God's grace and freedom. എങ്ങനെയാണ് നമ്മളുടെ ഏറ്റുപറച്ചിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന അനുഭവത്താൽ വീർപ്പുമുട്ടിയിരിക്കുന്ന ജീവിതം ഒരു പശ്ചാത്താപത്തോടുകൂടെ എങ്ങനെ തിരിച്ചു വരുവാനായിട്ട് സാധിക്കും? ഒരു ദിവസം രാത്രിയില് ഒരു 1 മണി 2 മണിയായി കാണും, എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, അച്ഛൻ, I don't want to live in this world. I want to give up my life. 23 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ രാത്രി 1 മണിക്ക് എനിക്ക് അയച്ച മെസ്സേജാണ്. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു, I want to meet you urgently. അപ്പോൾ അമേരിക്കയിൽ വെച്ച് നടന്ന സംഭവം കേട്ടോ. അതുകൊണ്ട് അവനോട് പറഞ്ഞു, വിത്തിൻ 20 minutes I'll there in your home എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നോ 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 നോ, വേണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണ്ട. അപ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി വേദന, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പയ്യനാണ്, ഒത്തിരി ഇഷ്ടമുള്ള പയ്യനാണ്, അവൻ ഒത്തിരി കഴിവുകളുള്ളൊരു പയ്യനാണ്. പക്ഷേ അവൻ്റെ എക്സാമുകള്, അവന് നല്ല ജോലി ലഭിക്കുവാനായിട്ട്, അവൻ്റെ പഠനമൊക്കെ നന്നായിട്ട് പൂർത്തീകരിച്ചു, പക്ഷേ ജോലി ലഭിക്കുവാനായിട്ട് പല എക്സാമുകൾ അവൻ എഴുതി, പല എൻട്രൻസ് ടെസ്റ്റുകൾ, ലൈസൻസ് ടെസ്റ്റുകൾ അവൻ എഴുതി. പക്ഷെ ആ ലൈസൻസ് ടെസ്റ്റുകളിലൊന്നും അവന് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് വരാം. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനപ്പോൾ അവനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം എനിക്ക് മനസ്സിലായി അവനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അവനെ കുറച്ച് സമയം ഒന്ന് എൻഗേജ് ചെയ്യണം. അപ്പൊ അവൻ പറഞ്ഞു, വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പപ്പയും മമ്മിയും ഒക്കെ അറിയും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അവൻ അപ്പനെയും അമ്മയും അറിയിക്കാനായിട്ട് ഇഷ്ടമില്ല. അപ്പം ആപ്പാടെ കുഴഞ്ഞാലും ഞാൻ ഇനി എന്താ ചെയ്യുക, കാരണം ഇവൻ എന്തേലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ഒന്ന് ഫോൺ വിളിക്കാനായിട്ട് ശ്രമിച്ചാൽ ഫോണെല്ലാം കട്ട് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങള് രണ്ടുപേരും കൂടെ ഏകദേശം രാവിലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടെസ്റ്റ് ചെയ്തു. ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് രാവിലെ ഞാൻ അവനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരോടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അതുകൊണ്ട് ഒന്നിൽ നീ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവസാനം അവൻ സമ്മതിച്ചു വന്നു. ഞാൻ അവനുമായിട്ട് കുറച്ചു പേരൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം, നിന്റെ പ്രയാസം എന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നിൽ വലിയ പ്രതീക്ഷയാണ്. ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോഴും അവർക്ക് എന്നിൽ വലിയ പ്രതീക്ഷയാണ്, പക്ഷെ എനിക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. പേരൻസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന ഒരു പ്രതിസന്ധി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കാര്യമായിട്ട് അവർക്ക് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് ആ പയ്യനുമായിട്ട് സംസാരിച്ചു, അവനുമായിട്ട് കുറെ സമയം പ്രാർത്ഥിച്ചു, എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ അവനും ദേവാലയത്തിൽ കടന്നു വന്ന് ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞ് ദൈവത്തോട് തൻ്റെ ദൈവമേ എനിക്ക് പറ്റിയ കുഴപ്പങ്ങളും കുറവുകളൊക്കെ അവൻ ഏറ്റു പറഞ്ഞു. ഇന്നവൻ നല്ല ജോലിയിൽ അവിടെ ജോലി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ ഏറ്റുപറച്ചിലുകൾ
നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും ഇല്ലാത്തവരാരുമില്ല, നമ്മളെല്ലാവരും കുറവുള്ളവരാ. പക്ഷെ അത് ഏറ്റുപറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ഇവിടെ ഈ മുടിയനായ പുത്രൻ സെൽഫ് ഇമ്പോസ്ഡ് ബോണ്ടേജ് ടു ദ ഫ്രീഡം ഓഫ് റിട്ടേണിംഗ്. ദൈവത്തിന്റെ കൃപയാല് ഞാൻ ഇതുവരെ എന്റെ സ്വന്തം ഞാൻ ഇതൊക്കെ എന്റെ ഫ്രീഡമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ മുൻപോട്ട് പോയി. പക്ഷേ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്നേഹം, ഒരു കരുതല്. ഇതാണ് വാത്സല്യ പിതാവ് അവന് കാണിച്ചു കൊടുക്കുന്നത് ലവിങ് ആൻഡ് ഫോർഗിവിങ് നേച്ചർ ഓഫ് ഗോഡ് ആണ്. ഈ കർത്താവ് നമ്മളെയും ഒക്കെ വിളിക്കുക, എന്താണ്? എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. അല്ലെ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഈ പ്രൊഡിഗൽ സൺ നമ്മുടെ മുൻപിൽ പറയുന്നു ഫ്രീഡം ത്രൂ റിപ്പൻഡൻസ്. ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും വേർപ്പുമുട്ടുന്ന പ്രതിസന്ധികളുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾക്ക് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കാതിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കർത്താവിന്റെ അടുക്കൽ ഏറ്റുപറയാം, അവൻ മനസ്സലിവുള്ളവനാ, അവൻ ക്ഷമിക്കുവാൻ തയ്യാറായവനാ, അവൻ സ്നേഹനിധിയായവനാ. ഈ പ്രൊഡിഗൽ സൺ നമ്മുടെ മുൻപിൽ പറയുന്നു ഫ്രീഡം ത്രൂ റിപ്പൻഡൻസ്. ഏറ്റുപറച്ചിലൂടെ നമുക്ക് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ഫ്രീഡമായിട്ട് തീരാം. അവിടെ എന്താ സംഭവിക്കുന്നേ? അവൻ അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ they celebrated his return. അവന്റെ മടങ്ങി വരവ് അവരവിടെ ആഘോഷിക്കുക. അവൻ വിചാരിച്ചു അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അപ്പന് ഒരു പക്ഷേ എന്നെ ഉൾക്കൊള്ളുവാൻ പോലും തയ്യാറാകത്തില്ല എന്ന് വിചാരിച്ചാ കടന്നു പോകുന്നേ. അവൻ വിചാരിച്ച് ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയാം, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തു എന്നൊക്കെ വിചാരിച്ചാ പോകുന്നത്. പക്ഷെ ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രീഡം ത്രൂ റിപ്പൻഡൻസ്, പ്രായശ്ചിത്തത്തിലൂടെ, ഏറ്റുപറച്ചിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കും. ഒരാളെ കൂടെ പരിചയപ്പെടുത്തി ഞാൻ എവിടെ അവസാനിപ്പിക്കാം. നാലാമതായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും മഹാനായിരിക്കുന്ന, ഏറ്റവും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പൗലോസ് അപ്പോസ്തലനാ. പോൾ, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് ഫ്രീഡം ത്രൂ ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരത്തിലൂടെ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലെ? ആ പൗലോസാണ് പറയുന്നത് ഇവിടെ സ്വാതന്ത്ര്യത്തെ പറ്റി, സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ പറ്റി പൗലോസ് പറയുകയാണ്. എന്ത്? ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിൽ വന്നപ്പോൾ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അല്ലെ? അപ്പൊ ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 1 to 22, ഫിലിപ്പിയൻസ് 3:7 to 11, ഇവിടെയൊക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പോൾസ് ഡ്രമാറ്റിക് കൺവേർഷൻ ഫ്രം പെർസിക്യൂട്ടർ ടു അപ്പോസ്റ്റൽ. ഇതുവരെ ഒരു പെർസിക്യൂട്ടർ ആയിരുന്നു, എന്നാൽ പൗലോസ് ഇവിടെ മാറി ആരായിട്ട്? ഒരു അപ്പോസ്റ്റലായിട്ട്. നമുക്കറിയാം, അപ്പോസ്തലൻ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ശിഷ്യന്മാർക്ക് മാത്രം ലഭിക്കുന്ന പേരാ. ആ 12 പേരെ മാത്രമാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തലൻ അല്ലാതിരുന്നിട്ടും അപ്പോസ്തലൻ എന്നുള്ള പേരാ. അതാണ് ആക്ട്സ് ചാപ്റ്റർ 9 നമ്മൾ കാണുന്നത്. കർത്താവുമായിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടായി. ആ കൺഫ്രണ്ടേഷൻ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പൗലോസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആസ് എ ക്രിസ്ത്യൻ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു എ ട്രാൻസ്ഫോർമേറ്റീവ് ലൈഫ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ തുടക്കം പറഞ്ഞത്, നമ്മളൊക്കെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പൗൽ പറയുകയാണ്, ക്രൈസ്റ്റ് എംപവേർഡ് മീ, അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കും. Christ empowered me through his spirit. കർത്താവിന്റെ ആത്മാവിനാല് എന്നെ ശക്തീകരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആരാധനകളും നമ്മുടെ കൂടിവരവുകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മളെ എംപവർ ചെയ്യുവാനായിട്ട് സാധിക്കുമോ?
അങ്ങനെ എംപവർ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. പൗലോസ് പറയുകയാണ്, ഞാൻ പരീശനായിട്ട് യഹൂദ മത അനുസാരിയായിട്ട് ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ച പഠനങ്ങളൊക്കെ ഓർത്തു വെച്ചുകൊണ്ട് യഹൂദ മതത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. അങ്ങനെ ഒരു പ്രോസിക്യൂട്ടറായിട്ട് ജീവിച്ചപ്പോൾ തന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു. അതെ, പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. The transformative power of Christ's freedom, turning our past into powerful testimony. പൗലോസിൽ ഞാൻ കണ്ടത് അതാണ്. A transformative power of Christ's freedom, turning our past into powerful testimony. അല്ലേ? ഒരു നല്ല ടെസ്റ്റിമണിയായി തീരുവാനായിട്ട്, ഒരു നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായി തീരുവാനായിട്ട് ഇടയായിട്ട് തീരും. ഒരിക്കല് ഒരു മനുഷ്യന്റെ ജീവചരിത്രം കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അജയ് എന്നാണ് അയാളുടെ പേര്. അജയ് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു. ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ തെരുവോരങ്ങളിൽ തന്റെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് വരികയാണ്. അവൻ വളർന്നപ്പോൾ അവിടെയുള്ള എല്ലാ അക്രമങ്ങൾക്കും എല്ലാ ഗുണ്ടാപ്പണികൾക്കും ഈ അജയ് മുൻപന്തിയിലുണ്ട്. അവൻ നല്ല ഒരു ഗുണ്ടയായിട്ട് അവിടെ അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. ഈ അജയ് അങ്ങനെ രാഷ്ട്രീയക്കാര് അജയെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പലർക്കു വേണ്ടി തന്റെ ജീവിതം, അല്ലെങ്കിൽ പലർക്കു വേണ്ടി പല പ്രവർത്തനങ്ങള് ചെയ്തു, പൊളിറ്റിക്കലി അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഭാഗമായിട്ട് ഒരു വലിയ സംഘടന അവിടെ നടക്കുകയും ഈ അജയ് ഒരാളെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുകയും ചെയ്തു. സാധാരണ ജയിലിൽ പോയി കഴിഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ ഇറക്കാനായിട്ടുണ്ട് അജയെ. എന്നാൽ ഈ പ്രാവശ്യം ജയിലിൽ പോയപ്പോൾ പാർട്ടിക്കാർ അജയുടെ അടുക്കിലേക്ക് വരുന്നില്ല. അജയ് വിചാരിച്ചു, എന്നെ ഇതുവരെ സംരക്ഷിച്ച പാർട്ടിക്കാര്, എന്നെ ഇതുവരെ സംരക്ഷിച്ചവര് എന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, സബ് ജയിലിൽ, കോട്ടയം സബ് ജയിലിൽ ഇങ്ങനെ കഴിയുമ്പോൾ അവിടെ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് ചെന്ന ക്യാമ്പസ് ക്രൂസൈഡിലെ ഒരു മിഷണറി ഈ അജയോട് സുവിശേഷം പറയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പലപ്പോഴും അത് ഡിനൈ ചെയ്തു. എന്നാൽ തുടരെ ഈ അജയോട് സുവിശേഷം പറയുവാനായിട്ടുള്ള താല്പര്യം, ഈ അജയ് ആ സുവിശേഷത്തെ സ്വീകരിച്ചു. അജയ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചിട്ട് അജയ് തനിക്ക് കുറെ നാളുകൾക്ക് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ കണ്ടപ്പോൾ പേടിച്ച ഒരു ഗുണ്ടയായിട്ട് ഞാൻ വിലസിയാം. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ നിന്നുകൊണ്ട് ഈ കർത്താവിനെ എനിക്ക് വിളിച്ചു പറയണം. പൗലോസിന്റെ ട്രാൻസ്ഫർമേഷൻ ഒരു പവർഫുൾ ടെസ്റ്റിമണി ആയതുപോലെ ഈ അജയ് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഒരു പവർഫുൾ ടെസ്റ്റിമണിയായി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഇദ്ദേഹം സുവിശേഷ പ്രവർത്തനവുമായിട്ട് യാത്ര ചെയ്യാണ്, തൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം. ഒരുപക്ഷെ ലോകത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് സ്വാതന്ത്ര്യമെന്ന്. എന്നാൽ പൗലോസിനെ ഒരു രൂപാന്തരത്തിൽ ലഭിച്ച സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതൊരു പവർഫുൾ ടെസ്റ്റിമണിയായി. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഇതിന് ദൈവികമായിരിക്കുന്ന ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഫ്രീഡം, എൻജോയിങ് ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവില് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് ആഘോഷിക്കാം. അതിന് ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. കർത്താവിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്നുകൂടെ റീഫർബിഷ് ചെയ്യുവാനായിട്ട്
പഴയ നിയമത്തിൽ കൂടെയും പുതിയ നിയമത്തിൽ കൂടെയും ചില കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൽ ഈ ഫ്രീഡം നമുക്ക് എങ്ങനെ ആനന്ദിക്കുവാനായിട്ട് സാധിക്കും? എങ്ങനെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ക്രിസ്തുവിനോട് ചേർത്ത് പിടിച്ച് ആനന്ദിക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് അതിന് ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് നാം എല്ലാവരും. അതിന് സംശയം ഒന്നുമില്ല. എന്നാൽ ഇന്ന് വൈകിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ചോദ്യം ചോദിക്കാം: വാട്ട് ഡസ് ഫ്രീഡം മീൻ ടു മീ? എന്താണ് സ്വാതന്ത്ര്യം ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഫ്രീഡം മീൻ ടു മീ? എന്ത് ഉത്തരം നൽകുവാനായിട്ട് സാധിക്കും? ഇതിനെ നമുക്ക് വേറൊരു തലത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. How is Christ's freedom different from the world's definition of freedom? How is Christ's freedom different from the world's definition of freedom? ലോകം പ്രതിദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും യേശു കർത്താവ് പ്രതിദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഗലാത്യര് 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ there was a tension between Jewish Christian and the Gentile Christians. യേശുവിനെ അറിഞ്ഞ യഹൂദരായ ക്രിസ്ത്യാനികളും ജാതികളായ ക്രിസ്ത്യാനികളും തമ്മിൽ ചില ടെൻഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവര് ഈ യഹൂദ ക്രിസ്ത്യാനികള്, the Jewish Christians insisted the law of Moses, their traditions, പാരമ്പര്യവും ന്യായപ്രമാണവും ജീവിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവര് സ്വാതന്ത്ര്യത്തെ നിർവചിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, and I testify again to every man who receives circumcision that he is under obligation to keep the whole law. You have been severed from Christ, you who are seeking to be justified by law, you have fallen from grace. ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പൊ അവര് പറഞ്ഞു, ന്യായപ്രമാണമാണ് ഞങ്ങൾക്ക് അടിസ്ഥാനം. Even though we are Christians, we believe in Christ Jesus. The same time we are following the commandment of God, the Mosaic commandments, Mosaic law. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരായിട്ട് മാറുകയാണ്. You've fallen from the grace of God. ക്രിസ്തുവിന്റെ കൃപ എന്താ? ക്രിസ്തുവിന്റെ കൃപ, ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? അർഹിക്കാതെ ലഭിച്ച ദൈവികമായിരിക്കുന്ന നന്മ, അല്ലെ? അർഹിക്കാതെ ലഭിച്ച ദൈവികമായിരിക്കുന്ന നന്മയാണ് ആ കൃപ. ആ കൃപയിൽ ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഫ്രീഡം എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. As a Christian, we have to
experience the grace of God, then only we can understand the freedom in Christ. ക്രിസ്തുവിന്റെ കൃപയെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാ ക്രിസ്തുവിന്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. നമുക്ക് ലോകത്തിലേക്കൊന്ന് നോക്കാം. അപ്പൊ ഈ വേദഭാഗം നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം. വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി കാട് കയറി പോകാതെ ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ വളരെ വേഗം അങ്ങ് പോകുന്നത്. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തുവിന്റെ കൃപയാലാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ കൃപയുമായിട്ട് ചേർന്ന് വേണം ഡിസൈൻ ചെയ്യുവാനായിട്ട്. വി ഹാവ് ടു ഡിസൈൻ അവർ ഫ്രീഡം വിത്ത് ക്രൈസ്റ്റ് ഗ്രേസ്. ക്രിസ്തുവിന്റെ കൃപയാൽ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞു, ലോകം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്തൊക്കെയാ ലോകം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം? ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തതാണ് ലോകത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലേ? ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിന് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് എന്റെ ഇഷ്ടമല്ലേ, ഞാനല്ലേ ചെയ്യുന്നത്, നിനക്കത് വേണം, അങ്ങനല്ലേ നമ്മളൊക്കെ ചോദിക്കുന്നത്, അല്ലെ? അതെന്റെ ഇഷ്ടം, നീ ആരാ ചോദിക്കാൻ? അല്ലെ, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. അതാണ് ലോകം നൽകുന്ന, ലോകം നമ്മളെ പഠിപ്പിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. The world offers freedom seen as the ability to do whatever one desire without restrictions. This perspective is self-centered, focusing primarily on individual desires and choices. സെൽഫ്-സെന്റേഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ലോകം ഓഫർ ചെയ്യുന്നത്, അല്ലെ? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്തിലാ? സെൽഫി യുഗത്തിലാ, അല്ലെ? സെൽഫി എന്ന വാക്ക് പോലും അറിയാം. കാരണം ഞാൻ മതി, എനിക്ക് വേറെ ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട, അല്ലെ? അങ്ങനെ ലോകം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു സെൽഫി യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സെൽഫ് സെന്റേഡ് ആയിട്ട് മാറുന്ന മനുഷ്യരായിട്ട് മാറുകയാണ്. നോട്ട് ബോദറിങ് അബൌട്ട് എനിവൺ. I'm not bothering about my children, my siblings, my friends or anybody. I am focusing on myself. അതാ ലോകം. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ക്രിസ്തു വിഭാവന ചെയ്ത, അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ മുൻപിൽ വെക്കുന്ന ഈ ഫ്രീഡത്തെ നമുക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും? ഇതാണ് ഞാൻ മുമ്പിൽ വെക്കുവാനായിട്ട് ശ്രമിക്കുന്ന ചലഞ്ച്. ഇതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടുപിടിക്കണം. ഈ ലോകം നമ്മുടെ മുൻപിൽ വെക്കുകയാണ് സെൽഫ് എക്സ്പ്രഷൻ, our own goals, happiness and pleasures without regard for others. ഞാൻ എങ്ങനെയുമെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങള് നേടിയെടുക്കുക എന്നുള്ളതാണ് ലോകം നമ്മുടെ മുൻപിൽ വെക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, while it promises no limits, it often leads to negative consequences like addiction, broken relationship, legal troubles, illusion. Freedom can result in new forms of bondage. That means no boundaries. അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ലോകം പഠിപ്പിക്കുന്നത്, അല്ലെ? അതിർവരമ്പുകളില്ലാത്ത, നോ ബൗണ്ടറീസ്, നോ കമ്മിറ്റ്മെന്റ് വിത്ത് ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ. ഏറ്റവും അധികം ചിന്തിപ്പിച്ച
ഒരു ചിന്തയാണത്. നോ കമ്മിറ്റ്മെന്റ് വിത്ത് ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ. ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കും. നമ്മുടെ രക്ഷിതാവുമായിട്ടും ചുറ്റുപാടുമുള്ളവരുമായിട്ടും ഒരു കമ്മിറ്റ്മെന്റുമില്ല ഇന്നത്തെ ലോകത്തില്. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇന്ന് എന്തുപറ്റി? തകർന്നുകൊണ്ടിരിക്കുക അല്ലേ? ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. സെൽഫി യുഗത്തിൽ, ഇന്നത്തെ ടെക് യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും ഒക്കെ സാധിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു ബിസി സ്കെഡ്യൂളിൽ നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും സെൽഫ് സെന്റേർഡ് ആയിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്, ലോകം നമ്മുടെ മുൻപിൽ വെൽക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് വിതൗട്ട് എനി ബൗണ്ടറീസ്, വിതൗട്ട് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ നോ കമ്മിറ്റ്മെന്റ്സ്. ആരുമായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് ബ്രോക്കൺ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത്, ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടാകുന്നത്. ഡിവോഴ്സ് വർദ്ധിക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുമൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്ന് ഡിവോഴ്സ് വർദ്ധിക്കുക. കാരണം ആർക്കും ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് എടുക്കുവാനായിട്ട് തയ്യാറാകാതെ ഇരിക്കുകയാണ്. സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഞാൻ ഡിസൈൻ ചെയ്യും, ഞാൻ ഡിസൈൻ ചെയ്തിട്ട് എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്റേതായിരിക്കുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഇൻഡിവിജ്വൽ ഡിസൈൻസ്, അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപകടം പിടിച്ച ഒരു ലോകത്തിൽ അപകടം പിടിച്ച രീതിയിൽ നമ്മളുമൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹൗ ഈസ് ക്രൈസ്റ്റ് ഫ്രീഡം ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്സ് ഫ്രീഡം എന്ന ചിന്ത നമ്മളെ പഠിപ്പിക്കേണ്ടത്. അവിടെയാണ് വാട്ട് ഡസ് ഫ്രീഡം മീൻ ടു മീ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. എന്തുത്തരം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും? നമുക്ക് ഇത് ലോകം തരുന്ന ഫ്രീഡമാണ്. ആ ഫ്രീഡത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകാം അല്ലെ? ഈ ഫ്രീഡത്തിലായിരിക്കും നമ്മൾ എല്ലാവരും മുൻപോട്ട് പോകുന്നത്. ആ ഫ്രീഡത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണോ? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വിടുതൽ ആവശ്യമായിട്ടുള്ളത്? എന്റെ പഠനത്തിൽ അല്ലെങ്കിൽ എന്റെ മനസ്സിലാക്കലിൽ ഉണ്ടായതൊന്ന് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ഐഡന്റിറ്റി പ്രഷേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ് അല്ലെ? ഐഡന്റിറ്റി പ്രഷേഴ്സ്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാകണം അല്ലെ? ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, വാക്ക് വിത്ത് ഗോഡ് എന്നൊക്കെ നമ്മൾ പാടുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? ഏത് ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴും, എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അവിടെ ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ഐഡന്റിറ്റി പ്രഷേഴ്സ്, സൊസൈറ്റിയൽ സ്റ്റാൻഡേർഡ്സ്, സോഷ്യൽ മീഡിയാസ്, പിയർ എക്സ്പെക്ടേഷൻസ്, അക്കാഡമിക് പെർഫോമൻസ്, ഇതെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുക. ഇങ്ങനെ അവിടെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? നമ്മളെ സംബന്ധിച്ച് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്ത് ഐഡന്റിറ്റിയാ? ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന്, ക്രിസ്തുവിന്റെ മകനാണെന്നുള്ള ഒരു ഐഡന്റിറ്റിയെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഈ ഫ്രീഡം നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് അല്ല? ഇന്ന് നമ്മളൊക്കെ നമ്മളല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് നമ്മൾ അത്? ലോകം നമ്മുടെ മുന്നിൽ ഒത്തിരി ഓഫറുകൾ, ഇന്ന് ഓഫറുകളില്ലാത്ത ഒരു ജീവിതമില്ല അല്ലേ? ഇന്ന് ഫ്രീഡം ഓഫർ എന്നും പറഞ്ഞ് ഒത്തിരി ഓഫറുകൾ തരുന്നുണ്ട്. ഈ ഓഫറുകളെല്ലാം നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് എന്തായിട്ട് മാറുകയാണ്? നമ്മളല്ലാതെ ആയിട്ട്. വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ അറിയാം? ഇമിറ്റേഷോ ക്രിസ്റ്റോ എന്നുള്ളതാണ്. കർത്താവിനെയാണ് അനുകരിക്കേണ്ടത്. നമ്മൾ ആരെ അനുകരിക്കുന്നത്? ആരെ അനുകരിക്കുന്നു? ലോകത്തിലേക്ക് പോയി. നമ്മൾ ലോകത്തിലേക്ക് പോയി. ഇതാ നമുക്ക് പറ്റിയ അപജയം, ക്രൈസ്തവ സമൂഹത്തിന് പറ്റിയ അപജയം ഇവിടെയാണ്. ഇവിടെ ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ ഫ്രീഡം നമ്മൾ ക്രിസ്തുവിലാകട്ടെ
നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കേണ്ടത്. അപ്പം ബ്രേക്കിംഗ് ഫ്രീ ഫ്രം അവർ ഐഡന്റിറ്റി പ്രഷേഴ്സ്, അത് ലോകം നമ്മുടെ മുൻപിൽ പലതരത്തിലുള്ള പ്രഷേഴ്സ് തരുമ്പോഴും അവിടെ തിരിച്ചറിയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, I am a born again person. I am a member of this particular church. I am a member of Bandhup St. Thomas Church എന്ന് പറയുവാനായിട്ട് സാധിക്കണം. അതിനകത്ത് നമ്മൾ ആ ഒരു ഐഡന്റിറ്റിയിലായിരിക്കണം നിൽക്കേണ്ടത്. ആ ഒരു ട്രഡീഷൻ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. ആ ഒരു ട്രഡീഷൻ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. ഇത് നമ്മളെ ചിന്തിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഫ്രീഡം എവിടെ നിന്നാണെന്ന് അറിയാം. നീഡ് ഫ്രീഡം ഫ്രം ബോണ്ടേജ് ഓഫ് സിൻ. പാപത്തിന്റെ അടിമത്തത്തില് നമ്മളായിരിക്കുക, അല്ലെ? എന്താണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ അത് പറയുന്നുണ്ട്. 19ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നൗ ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ് ആർ എവിഡന്റ്, വിച്ച് ആർ ഇമ്മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, സെക്ഷുവാലിറ്റി, സെൻഷ്വാലിറ്റി, ഐഡലട്രി, സോർസറി, എൻമിറ്റി, സ്ട്രൈഫ്, ജലസി, ഒത്തിരി കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് ആത്മാവിന്റെ ഫലങ്ങള്, അല്ലെ? ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമുക്ക് എല്ലാവർക്കും കാണാതെ നമ്മൾ പഠിക്കുന്നതാ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ബോണ്ടേജ് ഓഫ് സിൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഒരു വിടുതൽ ആവശ്യമാ, അല്ലെ? ഇത് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നു അതിനകത്ത്. ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൂടാ. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു തലത്തിൽ പാപത്തിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. ഞാൻ പാപത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് 2 തരത്തിലുള്ള പാപമുള്ളേ. ഏതൊക്കെയായിരിക്കും? ഒന്ന് നമ്മുടെ ബൈ ബർത്തിൽ ജന്മപാപം, 2 നമ്മുടെ കർമ്മപാപം. അതാണ് അല്ലെ നമ്മൾ പഠിക്കുന്നത്. ജന്മപാപത്തിൽ നമുക്ക് വിടുതൽ ലഭിച്ചു. എവിടെ? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ യാഗമായി തീർന്നപ്പോൾ ജന്മപാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിച്ചു. ഞാൻ ബപ്തിസ്മപ്പെട്ടപ്പോൾ കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീർന്നപ്പോൾ, ബപ്തിസ്മപ്പെട്ട് കഴിയുമ്പോൾ ജന്മപാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. പിന്നീടുള്ളത് കർമ്മപാപമാണ്. ആ കർമ്മപാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? കർത്താവിനോട് കൂടെ എടുക്കണം. അവിടെയാണ് നമ്മുടെ ബോൺ അഗെയിൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ആ ബോൺ അഗെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചിലർ പഠിപ്പിക്കുന്നത് പോലെ ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അത് എല്ലാ ദിവസവും ഉണ്ടാവണം, അല്ല? നമ്മളൊക്കെ അറിഞ്ഞോ അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഞങ്ങളുടെ കുറവുള്ള നമ്മളെല്ലാം പാപത്തിൽ വീണുപോയി. അപ്പം നമുക്ക് എവിടെയാണ് ഒരു ബ്രേക്ക് ആവശ്യമാണ്? ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. പാപത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അവിടെ നമുക്കൊരാവശ്യമുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കി ഒരു ഫ്രീഡം എവിടെയാണെന്ന് അറിയാമോ? ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ആൻസൈറ്റി, അല്ലെ? ഉത്കണ്ഠ. ഇന്ന് ഏറ്റവും അധികം കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ്. കാരണം എന്താ? എല്ലാവരും, അല്ല, നല്ല കാര്യം കേട്ടോ, ഞാനത് അതിന്റെ പോസിറ്റീവ് സൈഡ് പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ പ്രഷേഴ്സ് വന്നുകൊണ്ടിരിക്കുക, അല്ലേ? അവിടെയാണ് നമുക്ക് ആങ്സൈറ്റിയിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പം അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൗൺസിലിംഗ് നടക്കത്തുള്ളൂ, അല്ലേ? നമ്മൾ പല തരത്തിലുള്ള കൗൺസിലിങ്ങുകളുണ്ട്. അപ്പം ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് ആൻസൈറ്റി, ഭയം. Many people struggles with the anxiety about the future, relationships, self-worth. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമല്ലേ, അല്ലേ? ആകുലപ്പെടണ്ട എൻ മനമേ എന്ന് പറഞ്ഞ് പാട്ട് പാടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നാളെ തീർച്ചയായിട്ടും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് എല്ലാവർക്കും ആകുലതയുണ്ട്. പക്ഷെ ആ ആകുലത ആയിരിക്കരുത് നമ്മളെ റൂൾ ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ സാധിക്കത്തുള്ളൂ. അവിടെയാണ് കർത്താവ് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിനായിട്ട്, അല്ലേ? ക്രിസ്തു പറയുകയാണ്, ക്രിസ്തു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്.
സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ പറയുവാനായിട്ട് ശ്രമിച്ച, ലോകം നമ്മുടെ മുൻപിൽ ഒത്തിരി ഓഫറുകൾ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓഫറുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയി. അവിടെ ആ ഒരു സ്വത്ത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഫ്രീഡം ഫ്രം സിൻ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കും. കാരണം ഞാൻ ചൈൽഡ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എനിക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുകയാണ്. ആ വിടുതൽ നമ്മൾ എന്ത് ചെയ്യും? ആകുലത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ഉത്കണ്ഠയിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കുകയാണ്. ക്രിസ്തുവാണ് ഇതിന് യഥാർത്ഥത്തിലുള്ള റൂട്ട്. അപ്പൊ അവിടെയാണ് ക്രിസ്തു നമ്മളോട് പറയുന്ന, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിലാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എവിടെയാണെന്നറിയാമോ? പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സെഷൻസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് ബന്ധമാണ്. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇറ്റ് ഇൻവോൾവ്സ് ബീയിങ് സെറ്റ് ഫ്രീ ഫ്രം സിൻ, ഗിൽറ്റ്, ദ ബോണ്ടേജ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ നൽകുന്ന അനുഭവമായി തീരുവാനായിട്ട് ഇടയായിട്ട് തീരും. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നു എന്ന ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? സെർവ് ടു അതേഴ്സ്, സെർവ് ടു ഗോഡ്. ദൈവത്തെയും മറ്റുള്ളവരെയും ഒക്കെ സെർവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ലീഡിങ് ടു എ ലൈഫ് ഗൈഡഡ് ബൈ ലവ്, റൈഷ്യസ്നെസ് ആൻഡ് ഡിസയർ ടു ഗ്ലോറിഫൈ ഗോഡ്. സെൽഫ് എംബോസിൽ നിന്ന്, അല്ലെ, സെൽഫ് എംബോസിൽ നിന്ന് നമ്മൾ സ്വയമായിട്ട് നമ്മളെ തന്നെ സ്വയത്തിൽ ഒതുങ്ങിക്കൂടുന്നതിനപ്പുറമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പൗലോസിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഓർക്കുക, ഞാൻ മുമ്പേ പറഞ്ഞു, ലോകം തരുന്ന ഫ്രീഡം എന്ന് പറയുന്നത് വിത്തൗട്ട് ബൗണ്ടറീസ്, ഒരു ബൗണ്ടറി ഇല്ല. എന്നാൽ ഈ ഫ്രീഡം, ഇറ്റ് ഈസ് എ ഫ്രീഡം വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ഗോഡ്സ് ട്രൂത്ത്. ക്രിസ്തുവിന്റെ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുന്നതായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം, അല്ലെ? അതാണ് ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്. ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. ദിസ് ഫ്രീഡം റെക്കഗ്നൈസ് ദാറ്റ് ട്രൂ ലിബർട്ടി കംസ് ഫ്രം ലിവിംഗ് വിത്തിൻ ഗോഡ്സ് ഡിസൈൻ ആൻഡ് പർപ്പസ്. എന്നെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആക്കിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. അതാണ് ഞാൻ പറഞ്ഞത്, എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ലോകപരമായിട്ടുള്ള ബന്ധങ്ങളിൽ അപ്പുറമായിട്ട് എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നറിയാമോ? എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് എന്ന ഒരു തിരിച്ചറിവ്, അല്ലേ? അവിടെയാണ് ബൗണ്ടറികൾ ഉള്ളതാണ്. നമുക്ക് ചില ബൗണ്ടറികളുണ്ട്, ആ ബൗണ്ടറികൾ തട്ടിപ്പോകരുത്. ആ ബൗണ്ടറികൾക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീരരുത് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് മീൻസ് their identity is defined not by external pressures but their relationship with Jesus. ഇതിനുവേണ്ടി ഞാൻ അതൊന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മളുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി തീരുമാനിക്കേണ്ടത്, അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുക. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള ഒരു തിരിച്ചറിവ്. We are free to be who God created without need to conform the worldly expectations. ക്രിസ്തു നമ്മളെ ഈ ഭൂമിയിൽ, ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് വേൾഡ്ലി എക്സ്പെക്ടേഷൻസിനൊക്കെ അപ്പുറമായിട്ട്. In Christ we are freed from the need to worry because they trust that God is in control. This freedom allows them to live with peace and confidence.
അല്ലെ? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമുക്ക് സമാധാനത്തോടുകൂടെ, ഒരു കോൺഫിഡന്റ് ആയിട്ട്, ദൃഢധൈര്യത്തോടുകൂടെ നമുക്ക് ജീവിപ്പാനായിട്ട്, നമുക്ക് ഒരു ദൃഢധൈര്യത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയാണെന്നറിയാമോ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. Christ's sacrifice on the cross has liberated me from the power of sin എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഈ ലെവലിലൊക്കെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. Christ died for me. അല്ലെ? ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായിട്ട് തീർന്നു. ആ കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ. അവൻ എനിക്ക് വേണ്ടിയാണ് ആ രക്തം ചിന്തിയത്. അവന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് എന്ന ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് എന്നെ പാപം ചെയ്യുന്നതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. പാപം ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ക്രിസ്തുവിലാണ് എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ചില കമ്മിറ്റ്മെന്റുകളോടുകൂടെ വേണം ജീവിക്കുവാനായിട്ട്, അല്ലെ? അതാണ് ഫ്രീഡം വിത്ത് കമ്മിറ്റ്മെന്റ്. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ചേർന്ന് ജീവിക്കണം. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അല്ലെ? പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അവർ ജീസസ് ക്രൈസ്റ്റ്, അവർ സേവിയർ. ആ ബന്ധം നമ്മളെ എവിടേക്ക് ലീഡ് ചെയ്യുന്നറിയാമോ? ഫ്രീഡം വിത്ത് കമ്മിറ്റ്മെന്റ്. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം തമ്പുരാന് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ എല്ലാ ഫ്രീഡവും കൊടുക്കുന്നു. പക്ഷെ ഒരിടത്ത് പറയുന്നുണ്ട്, എന്ത്? ഈ നടുക്ക് നിൽക്കുന്ന പഴം മാത്രം നീ കഴിക്കരുത്. There is a commitment. ഫ്രീഡം വിത്ത് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ വേറൊരു വാക്ക് പറഞ്ഞാൽ ഫ്രീഡം വിത്ത് കണ്ടീഷൻ. എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. പക്ഷേ വിത്ത് കമ്മിറ്റ്മെന്റ്. എന്താണ്? സൃഷ്ടിയോടും സൃഷ്ടിതാവിനോടുമുള്ള ഒരു കണ്ടീഷണലാണ്. ക്രിസ്തു നമ്മളെ, അതാണ് കർത്താവ് പറഞ്ഞു. കർത്താവ് വേറൊരു കണ്ടീഷൻ, ഒരു ക്ലോസ് നമ്മുടെ മുൻപിൽ വെച്ച്. എന്താണെന്ന് അറിയാമോ? ഇഫ് എനിവൺ വാണ്ട്സ് ടു ബി മൈ ഡിസൈപ്പിൾ, എന്ത് പറഞ്ഞു? they must bear themselves and carry cross. Deny yourself. നിന്നെ തന്നെ ഇല്ലാതാക്കണം, അല്ലേ? എത്ര അർത്ഥവത്തായ വാക്കാ കർത്താവ് പറഞ്ഞേ. If anyone wants to follow me, deny yourself. നിന്നെ തന്നെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ. കാരണം ഞാനുമായിട്ട് നീ പ്രവേശിക്കുമ്പോൾ ഒരു കണ്ടീഷനിലേക്കാ, ഒരു കമ്മിറ്റ്മെന്റിലേക്കാ പ്രവേശിക്കുന്നേ. ആ കമ്മിറ്റ്മെന്റ് ആണ് നിന്നെ മുൻപോട്ട് നയിക്കേണ്ടത്. മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വാക്കാണ്. This emphasizes that true freedom in Christ involves a commitment to follow him. ഇതാണ് നമ്മളെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ തന്നിരിക്കുന്ന ഫ്രീഡം അതൊരു കമ്മിറ്റ്മെന്റോടുകൂടെയുള്ള ഫ്രീഡം ആയിരിക്കണം. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ലിവിങ് ഇൻ ഫ്രീഡം, വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, അല്ലെ? ആത്മാവിൽ നടക്കുവാനായിട്ടിടയായിട്ട് തീരണം. The role of the Holy Spirit in guiding us to live freely in Christ. കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, എന്റെ ഈ ഭൂമിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാൻ പോവുകയാണ്. Holy Spirit will come and guide you in truth. സത്യത്തിൽ അവൻ നിങ്ങളെ വഴി നടത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മുടെ സ്നാനത്തിലൂടെ നമ്മൾ സ്വീകരിച്ചതാ. നമ്മുടെ കൊച്ചു കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിന് സ്വയമായിട്ട് പ്രാപിക്കുവാനായിട്ട് സാധിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവസന്നിധിയിൽ അവനെ ബപ്തിസ്മയിലൂടെ സ്വീകരിക്കപ്പെട്ടതാ. ആ പരിശുദ്ധാത്മാവ് ആയിരിക്കണം നമ്മളെ വഴി നടത്തേണ്ടത്, അല്ലേ? ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറയുമ്പോൾ, വാക്ക് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ലീഡ് ചെയ്യേണ്ടത് ആരായിരിക്കണം? പരിശുദ്ധാത്മാവ് ആയിരിക്കണം. ഇത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും? ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുക? ഒന്ന് ഞാൻ പറഞ്ഞു, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ത്രൂ അവർ മെഡിറ്റേഷൻ,
അല്ലെ? നമ്മുടെ ദൈവവചന ധ്യാനത്തിലൂടെ, ത്രൂ അവർ പ്രേയർ, ത്രൂ അവർ വർഷിപ്പ്, നമ്മുടെ ആരാധനകളിൽ കൂടെ കണ്ടുപിടിക്കണം, ആരാധനയിൽ കൂടെ കണ്ടെത്തണം. അതാണ് യേശു കർത്താവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. ഇനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഫ്രീഡം, നമ്മൾ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എംപവറിങ് അതേഴ്സ്, ഷെയർ യുവർ ഫ്രീഡം. ഇതും വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഷെയർ യുവർ ഫ്രീഡം. നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആരുമായിട്ട് പങ്കുവയ്ക്കണം? മറ്റുള്ളവരുമായിട്ട്. അതിനെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നത്. എക്വിപ്പ് അവർ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെയാ. സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് അലൗസ് us to live authentically as a children of God. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അത് പണിയപ്പെടുവാനായിട്ട്, ഒരുമിച്ച് ചേർന്ന് നമുക്ക് അത് നേടിയെടുക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത് നമ്മുടെ കണക്ഷൻസിലൂടെയാ. ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ വളരെയധികം ചിന്തിക്കുകയും കൂടുതലായിട്ട് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, നെക്സ്റ്റ് 15 yearsന് ശേഷം നമ്മുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ വിദൂരതയിൽ ജോലിക്കും ഒക്കെ ആയിട്ട് പോവുകയാ. പക്ഷേ നമ്മളിൽ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ലോകം, അതാണ് ഞാൻ പറഞ്ഞത്, ലോകം ഒത്തിരി ഫ്രീഡമൊക്കെ നമ്മുടെ മുൻപിൽ വെക്കുകയാണ്. നമ്മളുടെ രാജ്യത്ത് ഉള്ള ഫ്രീഡം അല്ല മറ്റു പല രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മലയാളത്തിൽ അടുത്തിടയ്ക്ക് നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്, ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നൊരു പടം. ഒരു പക്ഷെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കാണുക. ഒരു യാഥാസ്ഥിതിക ക്രൈസ്തവ കുടുംബത്തിൽ സംഭവിക്കുന്ന, ഇടുക്കിയിൽ താമസിക്കുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് ഒരു പയ്യൻ അവനെ UK പോയി തിരിച്ചു വരുമ്പോൾ അവന്റെ ഒരു പാർട്ട്ണറുമായിട്ട് കടന്നു വരിക. ആ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു ഗേ പാർട്ട്ണറാ. അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള നല്ലൊരു സിനിമ. ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നവർ നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ, ലോകം തരുന്ന ഫ്രീഡത്തില് നമ്മുടെ കുഞ്ഞുങ്ങള് പോയി വീഴാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതാ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരിക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരിക. ആ ഒരു കാലഘട്ടം ഇന്ന് പണ്ട് വളരെ സീക്രട്ട് ആയിരുന്നത് ഇന്ന് വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ കണക്ഷൻ? ഞാൻ അത് പറയാനാ വന്നത്. നമ്മുടെ കണക്ഷൻസ്, അല്ലെ, നമ്മുടെ കണക്ഷൻസ്. ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എവിടെ ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയുണ്ടോ അവിടെ ഇച്ചിരി കഷ്ടപ്പെട്ടാണേലും പോകുവാനായിട്ട് നമ്മൾ അവനെ അല്ലെങ്കിൽ അവളെ ഒരുക്കണം. നമുക്ക് പറ്റിയ കുഴപ്പം അതാ, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആയി പോയി, അല്ലേ? ഈ ബോംബെയിൽ ഇത്രയും, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ചുറ്റുപാടിൽ ഇവാഞ്ചലിക്കൽ സഭയിൽ പോകുന്ന വേറെ അനേകർ കാണും, എങ്ങും പോകാതെ വീട്ടിയിരിക്കുന്നവരും കാണും. CSIക്കാരും ഉണ്ട്, മർത്തോമക്കാരും ഉണ്ട്, ഓർത്തഡോക്സുകാരും ഉണ്ട്, അല്ലേ? എന്ത് പറ്റുന്നു? കണക്ഷൻസ് നഷ്ടപ്പെടുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫ്രീഡം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം നമുക്ക്. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഷെയറിങ് ഫ്രീഡം, അത് നമുക്ക് കണക്ട് ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണക്ട് ചെയ്യപ്പെടണം, നമ്മുടെ പ്രിയപ്പെട്ടവര് കണക്ട് ചെയ്യപ്പെടണം. അതെന്താണ്? ദൈവസ്നേഹത്തിലാ, അല്ലെ? ഇന്ന് നമ്മുടെ യൗവനക്കാരെ കണക്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ദേവാലയത്തിൽ കടന്നു വന്നതുകൊണ്ടാ. അത് വളരെ ആവശ്യമാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എംബ്രേസിംഗ് ദ ജേർണി, മൂവിംഗ് ഫോർവേഡ് വിത്ത് പർപ്പസ്. മൂവിംഗ് ഫോർവേഡ് വിത്ത് പർപ്പസ്, അല്ലെ? Understanding and accepting our identity in Christ allows us to move forward with confidence and purpose. Moving forward with purpose. മുൻപോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പദ്ധതിയാണ് എൻ്റെ ജീവിതം. ആ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളുടെ സ്വാതന്ത്ര്യം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അർത്ഥവത്തായിട്ട് തീരുന്നത്. എൻജോയിങ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ഈ ഒരു തീം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഒത്തിരി ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം.
പ്രത്യേകിച്ച് ഇന്ന് ഭാരതം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് ഫ്രീഡം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെ അത് ആനന്ദകരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ചില പരിമിതികളിൽ നിന്നുകൊണ്ട്, എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അത് വളരെ പൂർണ്ണതയില്ലാത്ത ചില ചിന്തകൾ മാത്രമാണ്. ഇതിനോട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഇതിനോട് ചിലത് കൂടുതൽ നമ്മുടെ ചിന്തകൾ ചേർത്ത് പിടിക്കാം. അങ്ങനെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അർത്ഥവത്തായിട്ട് തീരുവാൻ കർത്താവെ എന്നെ ഒരുക്കണമേ, എൻ്റെ കുടുംബത്തെ ഒരുക്കണമേ, എൻ്റെ സഭയെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം.